ബി.ജെ.പി. തൃശൂർ നോർത്ത് സമ്പൂർണ്ണ ജില്ലാ സമിതി യോഗം ഗുരുവായൂരിൽ നടന്നു. ഗുരുവായൂർ ദേവസ്വത്തിന്റെ സ്വർണം, വെള്ളി, പണനിക്ഷേപം ഉൾപ്പെടെയുള്ള മുഴുവൻ സ്വത്തുവകകളെക്കുറിച്ചും കേന്ദ്ര ഏജൻസി അന്വേഷിക്കണമെന്ന് യോഗം പ്രമേയത്തിലൂടെ ആവശ്യപ്പെട്ടു. ബി.ജെ.പി. ദേശീയ നിർവാഹക സമിതി അംഗം കുമ്മനം രാജശേഖരൻ യോഗം ഉദ്ഘാടനം ചെയ്തു. കഴിഞ്ഞ 10 വർഷമായി ഇടതുപക്ഷം വാഗ്ദാനങ്ങൾ നൽകിയിട്ടുണ്ട്, ഒന്നും പാലിക്കപ്പെട്ടിട്ടില്ല. ബജറ്റ് എടുത്ത് പരിശോധിച്ചാൽ നടപ്പിലാകാത്ത പദ്ധതികളാണ് മുഴുവൻ എന്നും കുമ്മനം രാജശേഖരൻ ഉദ്ഘാടന പ്രസംഗത്തിൽ പറഞ്ഞു. ഇടതുപക്ഷമോ കോൺഗ്രസോ പറയുന്നത് പോലെയല്ല. ഇടതുപക്ഷം വാഗ്ദാനങ്ങൾ നൽകിയിട്ടുണ്ട്, ഒരു വാഗ്ദാനവും പാലിച്ചിട്ടില്ല. ഈ കഴിഞ്ഞ 10 വർഷക്കാലമായി ഭരിച്ചുകൊണ്ടിരിക്കുന്ന ഇടതുപക്ഷം എന്തെല്ലാം വാഗ്ദാനങ്ങളാണ്. ബജറ്റ് എടുത്ത് പരിശോധിച്ച് നോക്കിക്കഴിഞ്ഞാൽ നടപ്പിലാക്കാത്ത പദ്ധതികളുടെ എണ്ണമാണ് കൂടുതൽ. ബജറ്റിൽ പറയുന്ന ഒരു കാര്യവും നടപ്പിലാക്കുന്നില്ല. അതിന് പണം വേണ്ട. ഈ കടമെടുത്ത് ഓരോ കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. 5.5 ലക്ഷം കോടി രൂപയായി കടം. ഈ കടമെടുത്ത് ഓരോ കാര്യങ്ങൾ ചെയ്യുക. ഈ വലിയ പ്രചണ്ഡമായ പ്രചരണം നടത്താൻ, പരസ്യപ്പെടുത്താൻ വേണ്ടി ചെലവഴിച്ചു, ഈ PR വർക്കിന് വേണ്ടി ചെലവഴിച്ചുകൊണ്ടിരിക്കുന്ന കോടിക്കണക്കിന് രൂപ മുഴുവൻ തന്നെ എവിടെ നിന്നാണ്? കടമെടുത്ത പണമാണ്. നമ്മുടെ കേരളം ഇങ്ങോട്ടേക്കാണ് വരുന്നത്. ഇതിനൊരു മാറ്റം വരുത്തണ്ടേ? ഈ കാര്യം നമ്മൾ വോട്ടർമാരോട് പറയണം. ഈ നാട്ടിൽ പുരോഗതി കൊണ്ടുവരാതെ ഈ നാട് മുടിച്ചവരാണ് ഇവർ. എന്തെങ്കിലും പുരോഗതി ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് BJP ഉണ്ടാക്കിയിട്ടുള്ളതാണ് എന്നും കുമ്മനം വ്യക്തമാക്കി. ഈ നാട്ടിൽ ഒരു പുരോഗതിയും കൊണ്ടുവരാതെ നമ്മുടെ നാട് മുടിച്ചവരാണ്. അവർ വോട്ട് ചോദിക്കാൻ അവരുടെ ഈ നാട്ടിൽ എന്തെങ്കിലും വികസന പ്രവർത്തനങ്ങൾ എന്തെങ്കിലും നേട്ടമുണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ പറയട്ടെ. ഈ കേരളത്തെ ഇത്രയധികം അധപ്പതിപ്പിച്ച ഇവർക്ക് മറുപടി കൊടുക്കേണ്ട സമയമാണ് ഈ തെരഞ്ഞെടുപ്പ് എന്നും കുമ്മനം വ്യക്തമാക്കി. ഇവിടെ കോൺഗ്രസ്സുകാരനും കമ്മ്യൂണിസ്റ്റുകാരനും എന്തുണ്ട് പറയാം? ഇവിടുത്തെ വോട്ടർമാരുടെ എന്തുണ്ട് പറയാം? ഒരു നേട്ടം എന്തെങ്കിലും ഒന്ന് പറയണം. അവർ വഞ്ചിച്ചതിന്റെയും കബളിപ്പിച്ചതിന്റെയും ചതിച്ചതിന്റെയും വേദനിപ്പിക്കുന്ന ഓരോ സംഭവങ്ങളല്ലാതെ അവർക്ക് എന്തെങ്കിലും ഒരു നേട്ടം ഉണ്ടാക്കി കൊടുക്കുന്നു പറയാം. ഈ കേരളത്തെ ഇത്രയധികം അധപ്പതിപ്പിച്ച് നശിപ്പിച്ച ജനദ്രോഹികൾക്ക് മറുപടി കൊടുക്കേണ്ട സന്ദർഭം ഈ തെരഞ്ഞെടുപ്പാണ്. യോഗത്തിൽ നോർത്ത് ജില്ലാ പ്രസിഡന്റ് അഡ്വക്കേറ്റ് നിവേദിത അധ്യക്ഷയായിരുന്നു. സംസ്ഥാന കമ്മിറ്റി പാസാക്കിയ പ്രമേയം ജില്ലാ ജനറൽ സെക്രട്ടറി KR അനീഷ് മാസ്റ്ററും ജില്ലാ കമ്മിറ്റി പാസാക്കിയ പ്രമേയം ജില്ലാ ജനറൽ സെക്രട്ടറി വിപിനും അവതരിപ്പിച്ചു. ചടങ്ങിൽ സംസ്ഥാന സമിതി അംഗങ്ങളെയും മാൻ കി ബാത്ത് പരിപാടിയിൽ പങ്കെടുത്തവരെയും ആദരിച്ചു. ജനം, ഗുരുവായൂർ.